മക്കയിലേക്ക് തന്നെ വരണം. ദുൽഹജ്ജ് 11 പിറ്റേന്ന് നമുക്കന്ന് എറിയാണ്ട്, ഏറ് പൂർത്തിയായിട്ടില്ല. അന്ന് തവാഫും സായും ചെയ്യാൻ മക്കത്തേക്ക് വന്നോല് തിരിച്ചങ്ങണ്ട് തന്നെ പോകണം. അതല്ല, അന്ന് വരാത്തോല് അവിടെ ആ തമ്പിൽ നിന്നാൽ മതി, പിന്നെ തവാഫ് ചെയ്താൽ മതി. ദുൽഹജ്ജ് 11 അന്ന് രാവിലെ മുതൽ ഉച്ച വരെ നമുക്ക് കല്ലേറ് ചെയ്യാൻ പാടില്ല. ദുൽഹജ്ജ് 10 അന്ന് രാവിലെ മുതൽ ഉച്ച വരെയാണ് കല്ലേറിന്റെ നേരം. അത് കഴിയാത്തത് കൊണ്ട് ഉച്ചക്കിന്റെ ശേഷം നീട്ടാന്നേ ഉള്ളൂ. പക്ഷെ ദുൽഹജ്ജ് 11 അന്ന് രാവിലെ ഉച്ച വരെ, ളുഹ്ർ ബാങ്ക് വരെ ഒരിക്കലും കല്ലെറിയാൻ പാടില്ല. ഉച്ചക്ക് ശേഷം 21 കല്ലുകൾ എടുക്കുക. അത് നിങ്ങൾ താമസിക്കുന്ന തമ്പിന്റെ ചോട്ട് ആ കാർപ്പറ്റ് കൊണ്ട് പൊക്കിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവും, പുറത്തൊക്കെ ഉണ്ടാവും, നടക്കുന്നിടത്തൊക്കെ കല്ല് പെറുക്കുക. 21 കല്ലും പെറുക്കി ഉമ്മയും മക്കളും ബാപ്പയും ഏട്ടന്മാരും അഞ്ചന്മാരും ആരൊക്കെ ഉള്ള അങ്ങനെ വരിക. വന്നിട്ട് ഇന്നലത്തെ പോലെ തന്നെ, തെൽബിയത്തൊന്നുമില്ലല്ലോ, ഇന്നലത്തെ പോലെ തന്നെ ഇങ്ങനെ വന്ന് ആദ്യം കാണുന്ന ആ സ്ഥലത്ത്, ജംറത്തു സുഗ്റ എന്നാണ് അതിനെ പറയാം, അവിടെ വന്നിട്ട്, അവിടെ ഇന്നലെ എറിഞ്ഞിട്ടില്ലല്ലോ, അവിടെ നമ്മൾ അതിൻ്റെ അടുത്ത് അതേമാതിരി ചെന്നിട്ട് നമ്മൾ സാധാ വേഷമൊക്കെ ആയിരിക്കും, ഇഹ്റാമൊന്നുമില്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ 7 വട്ടം എറിയാം. 7 വട്ടം എറിഞ്ഞിട്ട് ഒന്ന് മാറി നിന്ന് ഖിബലയിലേക്ക് തിരിഞ്ഞ് കൈ ഉയർത്തി കുറച്ചു നേരം പ്രാർത്ഥിക്കാം. നമുക്ക് പഠിച്ചവനോട് പറയാനുള്ളത് വീണ്ടും പറയുന്നേ, കാരണം ഈ 1ാമത്തെ ഏറ് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് റസൂല് പഠിപ്പിച്ചത്. എന്നിട്ട് മുന്നോട്ട് നടന്നാൽ മധ്യത്തിലുള്ള ജംറത്തുൽ വുസ്താ എന്ന് പറയുന്ന മധ്യത്തിലുള്ള ജംറന്റെ അവിടെ എത്തും. അവിടെയും അതുപോലെ 7 ഏറ് എറിഞ്ഞ് ഒന്ന് മാറി എന്നിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. അപ്പൊ 7 7 14 ഏറായി. വീണ്ടും മുന്നോട്ട് നടന്നാൽ ഇന്നലെ എറിഞ്ഞ ജംറത്തുൽ അഖബന്റെ അവിടെ പോയിട്ട് അതേ പ്രകാരത്തിൽ 7 ഏറ് എറിയ, 14 7 21 ഏറായി. ആ 7 ഏറ് ജംറത്തുൽ അഖബയിലെ 3ാമത്തെ ഏറ് എറിഞ്ഞാൽ പിന്നെ പ്രാർത്ഥിക്കേണ്ടതില്ല. പ്രാർത്ഥന ഇല്ലാതെ നമ്മൾ തിരിച്ച് തമ്പിലേക്ക് തന്നെ പോകാം. ഇന്നലെ തവാഫും സയ്യിദും പോയിട്ടില്ലെങ്കിൽ ഇന്ന് പോകാം, 11 അന്ന്. അല്ല, ഇന്നും പോണില്ല, ഇന്നും പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്പിൽ ചെന്നിരുന്ന് ദിക്റും തസ്ബീഹും പ്രാർത്ഥനയായിട്ട് കഴിഞ്ഞുകൂടാം. അവിടെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ ഹജ്ജ് ഉണ്ട് കഴിഞ്ഞ് മുടിയെടുത്ത് സാധാ വേഷത്തേക്ക് കടന്ന് കല്ലേറും കഴിഞ്ഞാൽ പിന്നെ തമാശയും കളിയൊക്കെ ആയിട്ട് നടക്കുന്നതാണ് ആളുകൾ. അതൊന്നും ചെയ്യരുത്. പെരുന്നാളിന്റെ ദിവസങ്ങളാണ്. നിങ്ങൾക്ക് തക്ബീർ അല്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നുള്ള തക്ബീർ, പിന്നെ സ്വലാത്തും ദിക്റും ഖുർആൻ പാരായണവും ദുആയും ഒക്കെ ആയിട്ട് സമയത്ത് 2 റക്അത്ത് ളുഹ്ർ 2 റക്അത്ത് അസ്ർ അതതിന്റെ സമയത്ത് നിസ്കരിച്ച് മിനയിൽ 11 അന്നും താമസിക്കണം രാത്രി. മക്കയിലേക്ക് വന്നവർ തിരിച്ചു വരുമാണ് രാത്രി. അത് കഴിഞ്ഞ് പിറ്റേന്ന് ദുൽഹജ്ജ് 12 അന്നും ഉച്ചക്ക് ശേഷം ഇന്നലെ എറിഞ്ഞ അതേ രൂപത്തിൽ 21 കല്ലുകൊണ്ട് 3 സ്ഥലത്ത് എറിയണം 12 അന്ന്. അതോടുകൂടി നിർബന്ധമായ ഏറ് കഴിഞ്ഞു. ഇപ്പൊ ദുൽഹജ്ജ് 10 അന്ന് 7 ഏറ്, മറ്റേടത്ത് 21 ഏറ് 11-ന്, 12-ന് 21, 21 21 42 7 49 ഏറ് എറിഞ്ഞു. ഇതോടുകൂടി നിർബന്ധമായി എറിയേണ്ട എറിയൽ കഴിഞ്ഞു. ഇനി നമ്മൾ മക്കയിലേക്ക് പോരണം എന്നുള്ള ആളുകൾക്ക് 12-ന് എറിഞ്ഞ് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടക്കന്നെ മിനയിൽ നിന്ന് കഴിച്ചില്ലാതാം. ജംറത്തുൽ അഖബ എന്നുള്ള ആ ഏറ് 3ാമത്തെ സ്ഥലത്ത് എറിയലോ, അവിടുന്ന് കണ്ട് 2 മിനിറ്റ് നടന്നാൽ മിനാന്റെ പരിധി വിട്ടു. അതുകൊണ്ട് കഴിച്ചില്ലായാൽ മതി. അവിടുന്ന് മിനയിൽ രാത്രി നിൽക്കാൻ പാടില്ല. സൂര്യൻ അസ്തമിച്ചാൽ മിനയിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റേന്നും അവിടെ നിൽക്കണം. അപ്പൊ 12-ന് അന്ന് പോരുകയാണെന്നുണ്ടെങ്കിൽ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന്റെ ഇടയ്ക്ക് പോരാ. അതല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ഉം 12-ഉം മാത്രമല്ല 13-നും എറിഞ്ഞിട്ടാ പോകുന്നത്. അതായത് 49-ന്റെ പുറമെ 21 ഏറും കൂടി പിറ്റേന്നും കൂടി എറിഞ്ഞു. അത് സുന്നത്താണ്, കൂടുതൽ പുണ്യം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ നമ്മളൊക്കെ ഇവിടുന്ന് ഇത്ര അധികം കെട്ടിക്കുത്തി പോയിട്ട് 12-ന് അന്ന് തന്നെ കണ്ട് മണ്ടൊന്നും വേണ്ട, 13-നും കൂടി അവിടെ നിന്നിട്ട് ഉച്ചക്ക് ശേഷം ഇന്നലെയും മിഞ്ഞാന്നും എറിഞ്ഞ പോലെ 3 സ്ഥലത്ത് 21 കല്ലുകൾ, അവിടെ ഒക്കെ കിട്ടും കല്ലുകൾ എടുത്തിട്ട് 3 സ്ഥലത്ത് എറിയുക. എറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മക്കയിലേക്ക് തിരിച്ചു പോരാം. തവാഫും സഅയും 10-നോ 11-നോ 12-നോ കഴിഞ്ഞവർക്ക് മക്കത്ത് വന്നാൽ പിന്നെ തവാഫും സഅയും വേണ്ട. അതല്ല, അത് കഴിയാത്ത ആളുകളാണെങ്കിൽ മക്കത്ത് വന്ന് റൂമിൽ വന്ന് വിശ്രമമൊക്കെ കഴിഞ്ഞിട്ട് ഹജ്ജിന്റെ തവാഫും സഅയും ആ 13-ന്റെ അന്നോ 14-ന്റെ അന്നോ ഒക്കെ നിർവഹിച്ചാൽ മതി. ഇതാണ് ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ലളിതമായി നിങ്ങളെ പഠിപ്പിക്കാനുള്ളത്. ഇതിലിപ്പോ എന്താ നമുക്ക് അറിയാത്ത കാര്യം? എറിയല്ലോ, എന്താ പ്രത്യേകം പഠിക്കാനില്ല? സഫാ മർവന്റെ അടിയിൽ ഇങ്ങനെ നടക്കേ, സാധാ നടത്തുന്നതന്നെ. തവാഫ് ചുറ്റുവാത്ത് ഇങ്ങനെ നടക്കേ, അതിലൊന്നും പ്രത്യേകം പഠിക്കാനില്ല. പക്ഷെ 1-2 കാര്യങ്ങളിൽ ചൊല്ലി പറയേണ്ട തൽബിയത്ത്, അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, അത് മാത്രം പഠിച്ചാൽ മതി.
ഇതാണ് ഹജ്ജിന്റെ ഒരു ചെറിയ രൂപം. ഈ നിലക്ക് പ്രാർത്ഥനാനിരതമായി ഹജ്ജ് ചെയ്താൽ സുന്നത്ത് റസൂൽ അനുസരിച്ചുള്ള ഒരു ഹജ്ജായി. അതിന്റെ അപ്പുറം നമ്മൾ കൂട്ടിച്ചേർക്കുന്ന ഒന്നും നിങ്ങൾ ചെയ്യരുത്, ഇതിൽ കൂട്ടിച്ചേർക്കാനില്ല. ഇതാണ് ഹജ്ജിന്റെ പരിപൂർണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി. ഞാനിതിൽ എന്തെങ്കിലും പറയാൻ വിട്ടുപോയോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ഹജ്ജ് ചെയ്തവരും മറ്റുള്ള ആളുകളൊക്കെ ചോദിക്കണം. അപ്പൊ ഹജ്ജ് ഇതോടുകൂടി കഴിഞ്ഞു. അപ്പൊ ഉംറയും കഴിഞ്ഞു, ഹജ്ജും കഴിഞ്ഞു. ഇനി നമുക്ക് ഹജ്ജ് ഹാജിമാർക്ക് പിന്നെ നാട്ടിലേക്ക് മടങ്ങലായിരിക്കും. അതിന്റെ ഇടയ്ക്ക് മദീനത്ത് നമ്മൾ ചെല്ലുന്ന ഒരു പുണ്യകരമായ കുറച്ച് കർമ്മങ്ങൾ നിർവഹിക്കാണ്ട്, പക്ഷെ ഹജ്ജ് വെച്ച് ബന്ധപ്പെട്ടതല്ല. ഒരു ഹാജി മദീനത്ത് പോയിട്ടില്ലെങ്കിലും ഹജ്ജിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ അവിടെ ചെന്ന സ്ഥിതിക്ക് അള്ളാഹുവിന്റെ റസൂലിന്റെ പട്ടണത്തിൽ പോയി ആ പള്ളിയിൽ പോയി നമസ്കരിക്കുക എന്നുള്ളതൊക്കെ ഒരു പുണ്യകരമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പോകാതിരിക്കൂല, ആരും പോകാതിരിക്കൂല. അതുകൊണ്ട് നമ്മൾ മദീനത്തേക്ക് പോവുക. അത് അധികം ആളുകളെയും ഹജ്ജിന്റെ മുമ്പാണ് മദീനത്ത് കൊണ്ടുപോവുക. മദീനത്ത് പോകുമ്പോൾ നമ്മൾ സാധാ വേഷത്തിൽ തന്നെ, അവിടെ ഇഹ്റാമും കാര്യമൊന്നുമില്ല. പക്ഷെ മദീനത്തേക്ക് പോകുമ്പോൾ നിങ്ങൾ ഇഹ്റാമിന്റെ വസ്ത്രം കയ്യിൽ വെക്കണം ബാഗിൽ. ഹജ്ജിന്റെ മുമ്പ് നിങ്ങൾ മദീനത്തേക്ക് കൊണ്ടുപോയാൽ എന്താ ചെയ്യാന്ന് വെച്ചാൽ, നേരെ മദീനത്ത് ചെന്ന് നമ്മളെ റൂമിൽ പോയിട്ട് നമ്മളെ റൂമിലാക്കും. നമുക്ക് റൂമൊക്കെ അവിടെ സൗകര്യം ഉണ്ടാവും. എന്നിട്ട് മദീന മസ്ജിദ് നബവി, നബിയുടെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുക. സാധാരണ പള്ളിയേക്കാളും 1000 ഇരട്ടി പുണ്യമാണ് മദീനത്തെ പള്ളിയിലെ നമസ്കാരം. മക്കത്തെ പള്ളിയിലെ നിസ്കാരം സാധാരണ പള്ളിയേക്കാളും 1,00,000 ഇരട്ടി പുണ്യമാണ്. അതുകൊണ്ട് മക്കത്താ കൂടുതൽ നിൽക്കേണ്ടത്. പക്ഷെ ആളുകൾ മദീനത്ത് 10 ദിവസവും 40 വഖത്തും എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. അതൊന്നും ശരിയല്ല. അങ്ങനൊന്നും ഇസ്ലാം നബി നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോ മദീനത്ത് പോയി നബിയുടെ പള്ളിയിൽ പോയി നമസ്കരിക്കുക. പക്ഷെ സ്ത്രീകളും പുരുഷന്മാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മക്കത്തെ പള്ളിയിൽ ഒരേ വാതിൽക്കൽ കൂടി പെണ്ണിനും ആണിനും കടക്കുക, അടുത്തടുത്ത് തന്നെ നിന്ന് നിസ്കരിക്കുക, ഒപ്പം പിന്നെ കൈ പിടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാം. അത് പള്ളിയിൽ അതിനൊക്കെ പറ്റും, നിങ്ങൾക്ക് കാണാമല്ലോ. പക്ഷെ മദീനത്തെ പള്ളിയിൽ അങ്ങനെ പറ്റൂല. മദീനത്തെ പള്ളിയിൽ നമ്മൾ എവിടെയൊക്കെ ഉള്ള മാതിരി പെണ്ണുങ്ങൾക്ക് വേറെ സ്ഥലമാണ്, പള്ളിന്റെ ഉള്ളിൽ പെണ്ണുങ്ങൾക്ക് കടക്കാനുള്ള സ്ഥലം വേറെയാണ്, ആണുങ്ങൾക്ക് കടക്കാനുള്ള സ്ഥലം വേറെയാണ്. അപ്പോൾ വഴി തെറ്റാതിരിക്കാനും പരസ്പരം കൈവിടാതിരിക്കാനും നിങ്ങൾ സൂക്ഷിക്കണം. ഒരു അടയാളമൊക്കെ വെച്ചിട്ട് ഈ നിസ്കാരം കഴിഞ്ഞ് കൊണ്ട് എത്തിയാൽ മതി, ഞാൻ അവിടെ നിസ്കാരം കഴിഞ്ഞ് എത്തും എന്നൊക്കെ പറഞ്ഞാൽ മതി. വിശാലമായ പള്ളിയാണ്. മക്ക പള്ളിയേക്കാളും വിശാലമാണ് മദീന പള്ളി. മദീന പള്ളിയിൽ നമുക്ക് ചെയ്യാനുള്ളത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ പങ്കെടുക്കുക, ജുമാ കിട്ടിയെങ്കിൽ ജുമായിൽ പങ്കെടുക്കുക. പിന്നെ റൗള ഷരീഫ്, മാ ബൈന ബൈത്തി വ മിംബരി റൗളത്തു മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ആ ഭാഗം സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്. ഈ സമുദായത്തിന് ജാറത്തിലേക്കും നേർച്ചപ്പൂരങ്ങളിലേക്കും നയിക്കുന്ന പുരോഹിതന്മാര് ജനങ്ങളെ വിളിച്ചുകൂട്ടിയ ഹജ്ജ് ക്ലാസ്സിൽ എന്റെ ഖബറിന്റെയും പിന്നെ വീട് മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് നബി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് കളവ് പറയുകയും ഖബർ പൂജയെപ്പറ്റി ജനങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു എന്നറിയുന്നു. ഒരിക്കലും നിങ്ങൾ വഞ്ചിതരാകരുത്. നബിയുടെ വീട് അത് പള്ളിയുടെ ഒരു ചെരുവിലാണ്, ഒരു ഭാഗത്താണ്. ആ വീടിന്റെയും ആ വീട്ടിൽ നബി മരണശേഷം നബിയുടെ ഖബറുണ്ടായി എന്ന് മാത്രം. ആയിഷ ബീവിന്റെ വീട്ടിലാണ് നബി മറവ് ചെയ്യപ്പെട്ടത്. അത് അള്ളാഹുവിന്റെ കൽപ്പന അങ്ങനെയായിരുന്നു. അതല്ലാതെ നബി അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഖബർ പള്ളിയിൽ പെട്ടതുമല്ല, അത് വേറെയാണ്. പിൽക്കാലത്ത് പുരോഹിതന്മാരായ തുർക്കിയിലെ പുരോഹിതന്മാരാണ് ആ ഖബർ ആ കോലത്തിലൊക്കെ ഉണ്ടാക്കിയത്. എന്നാലും ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അതിന്റെ ചുറ്റുഭാഗത്തും വീടൊക്കെ പിന്നെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയത്. ഒരിക്കലും ഖബറിനെ ആരാധിക്കാനോ അതിന് നേരെ കൈ ഉയർത്താനോ പാടില്ല. സാധാരണ ഖബറിന്റെ അടുത്ത് പോയിട്ട് അസ്സലാമു അലൈക്കും എന്ന് ദാറ ഖൗമി മുഅ്മിനീൻ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു സലാം മാത്രമേ നമുക്ക് അവിടെ പാടുള്ളൂ. അപ്പോ നമ്മൾ പള്ളിയിൽ പോയാൽ റൗള ഷരീഫ് എന്ന് പറയുന്നത് നബിയുടെ പള്ളി എന്ന അർത്ഥമാണ്. നബി ഉണ്ടായിരുന്ന കാലത്ത് നബിയുടെ വീട്ടിൽ നിന്ന് കടന്ന് മിമ്പറിന്റെ അവിടെ എത്തുന്നിടത്ത് വരെയുള്ള ആ കുറച്ച് സ്ഥലം, അവിടെ നബി ഇരുന്നതും ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിരുന്നതും ഉപദേശിച്ചിരുന്നൊക്കെ അതാ റൗള ഷരീഫ്. ആ റൗള ഷരീഫിൽ ചെന്ന് കുറച്ചും കൂടി കുറച്ചു നേരം പ്രാർത്ഥിക്കുക, അവിടെ പോയിട്ട് നിസ്കരിക്കുക എന്നുള്ളതിനൊക്കെ കൂടുതൽ ഒരു പുണ്യമുണ്ട്. കാരണം നബി സ്വർഗപ്പൂന്തോപ്പാണ് എന്ന് പറഞ്ഞ സ്ഥലമല്ലേ. അത് ആണുങ്ങള് നേരെ മുന്നോട്ട് പോയാൽ തിരക്കുള്ള സ്ഥലം കാണാം, അവിടെ പോയിട്ട് നിസ്കരിക്കാം. പണ്ട് അസ്ഹാബ് സുഫത്ത് എന്ന് പറയുന്ന വീടും കുടിയൊന്നും ഇല്ലാത്ത ആളുകൾ താമസിച്ചിരുന്ന ഒരു സ്ഥലം ഒരു തറയായിട്ട് അവിടെ കാണാം.
അവിടെ ഈ ആളുകൾ തിരക്ക് കൂട്ടുന്നത് കാണാം. അവിടെ നിന്നൊരു പ്രത്യേക പുണ്യമുള്ളതല്ല. പക്ഷെ റൗള ഷരീഫിൽ പോയിട്ട് 2 റക്അത്ത് നമസ്കരിക്കുക, അവിടെ കുറച്ചു നേരം പ്രാർത്ഥിക്കുക. അത് കുറച്ച് നേരം നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഭയങ്കര തിരക്കായിരിക്കും. അങ്ങനെ ആ റൗള ഷരീഫിന്റെ നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുറത്ത്, അതായത് പള്ളിയാണ്, പള്ളി മിമ്പറിന്റെ ഈ മെഹ്റാബ് ഇമാമക്കുണ്ട ഭാഗം, അവിടെ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നബിയുടെ ഖബറിന്റെ അടുത്തുകൂടി ചെന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഉമറുൽ ഖത്താബ്, കണ്ടോളി, അതാ ഖബറിന്റെ അടുത്ത്, അത്രയേ ഉള്ളൂ. അതവിടെ ഗ്രില്ലിട്ട് മാറ്റിയത്. അതിന്റെ ഉള്ളില് ആയിഷാ ബീവിന്റെ വീട്ടിൽ നിലത്താണ്, അവിടെ ഖബർ കെട്ടിപ്പൊക്കിയിട്ടില്ല. അപ്പോ ഈ അടുത്തുകൂടി ഇങ്ങനെ വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ ഉമറുൽ ഖത്താബ്, അസ്സലാമു യാ അബൂബക്കർ സിദ്ദീഖ്, അസ്സലാമു അലൈക യാ ഉമറുൽ ഖത്താബ്. 3 സ്ഥലം, റസൂല്, അബൂബക്കർ സിദ്ദീഖ്, പിന്നെ ഉമറുൽ ഖത്താബ്. ആയിഷാ ബീവിന്റെ വീട്ടിൽ അവരെയാണ് മറവ് ചെയ്തത്. ആ സ്ഥലത്ത് പോയിട്ട് അതിന് കൈ ഉയർത്താൻ പോലും പാടില്ല. അതിലങ്ങനെ നടന്നു പോയിട്ട് പറയാനേ പാടുള്ളൂ. ആണുങ്ങൾക്ക്, പെണ്ണുങ്ങൾക്ക് അതിനും പറ്റൂല. നിങ്ങൾക്ക് അതിന് പറ്റൂല. നിങ്ങൾ ആ റസൂലിന്റെ ഖബറൊന്നും കാണാൻ പറ്റില്ല. ഖബർ നമുക്കും കാണാൻ പറ്റില്ല. വളരെ ദൂരെ നിന്ന്, ഇത്തിരി അകലെ നിന്നിട്ട് ആ ഗ്രില്ലുകളെ കാണാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്ത് ആയിഷാ ബീവിന്റെ ആ പഴയ വീടിന്റെ അടയാളമൊന്നും അവിടെ ഇല്ല, മണ്ണ് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. ആ മണ്ണിൽ ഖബറുണ്ട്, അവിടെ അടയാളങ്ങളൊന്നും ഇല്ല എന്നാണ് അത് അറിയുന്ന ആളുകൾ പറയുന്നത്. അപ്പോ അവിടെ പോയിട്ട് സലാം ചൊല്ലി പിന്നെ പുറത്തേക്കേ പോകാൻ പറ്റുള്ളൂ, പള്ളിയിൽ കിടക്കാൻ പറ്റില്ല. മദീനത്ത് ചെയ്യാനുള്ള ഒരു കാര്യം അതാണ്. പിന്നെ മദീനത്ത് നമുക്ക് ചെയ്യാനുള്ള സുന്നത്തായ ഒരു കാര്യം, അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരെ മസ്ജിദ് ഖുബ, നബി മദീനത്തെത്തിയപ്പോൾ ആദ്യമായി ഉണ്ടാക്കിയ പള്ളി, അല്ലെ മസ്ജിദുൻ നുസ്സിസ അല തഖ്വ എന്ന് പറയുന്ന ഖുബ പള്ളിയിൽ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാം. നബി എല്ലാ ശനിയാഴ്ചകളും ഖുബ പള്ളിയിൽ പോയി നിസ്കരിച്ചിരുന്നു. അതാണ് മദീനത്ത് ചെയ്യാനുള്ള ഒരു പുണ്യകർമ്മം. പിന്നെ നമുക്ക് അവിടെ ആ ചരിത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ കാണാം. ആയിഷാ ബീവി, ഫാത്തിമ ബീവി, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബിമാരെയും സഹാബിയത്തുകളെയും ഇന്ന് വരെ മരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെയും മറവ് ചെയ്ത ബഖീഉൽ ഖുർഖദ്. ഖുർഖദ് കണ്ടം എന്നാ. ബഖീ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടം, നമ്മൾ അറിയില്ലേ, മേലെ കണ്ടം താഴെ കണ്ടം. ബഖീ എന്നുള്ള അർത്ഥമുള്ളൂ. ബഖീഉൽ ഖുർഖദ് എന്ന് പറയുന്ന അവിടുത്തെ ഖബർസ്ഥാൻ, അവിടെ ആണുങ്ങൾക്ക് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വഇന്നാ ഇൻഷാഅല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്ന് ചൊല്ലാം. അവിടെ ആ ഖബറൊക്കെ നമുക്കിത് കാണാം. വെറും ഒരു ചെറിയ കല്ല് മാത്രം വെച്ച മണലിൽ കിടക്കുന്ന കല്ലാണ്, ഒരു അടയാളം, ചെറിയ ഒരു അടയാളം മാത്രം. ആയിഷാ ബീവിന്റെയും ഫാത്തിമ ബീവിന്റെയും അന്നത്തെ സഹാബികളെയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടക്കമുള്ള ഖബറുകൾ കാണാം. ഇന്ന് മരിച്ചുപോയ, ഇന്നലെ മരിച്ചോലും അവിടെ തന്നെ മറവ് ചെയ്യല്, അതിന്റെ അങ്ങേയറ്റത്ത്. അതാണ് അവിടെയുള്ള ഒരു കാഴ്ച, ആ ചരിത്രപ്രധാനമായ സ്ഥലം. ഖബർസ്ഥാനിലേക്ക് നമ്മളൊക്കെ സിയാറത്തിന് പോകുമ്പോൾ ചെല്ലുന്ന അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ എന്നുള്ളത് മാത്രം. അതിന്റെ ഇടയ്ക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ആണുങ്ങൾക്ക് പ്രവേശിക്കാം, പെണ്ണുങ്ങൾക്ക് ദൂരെ നിന്ന്. അതാണ് ഖബർസ്ഥാനിന് മാത്രം കാണാം. പിന്നെ നമുക്ക് അവിടെ കാണാവുന്നത് ഉഹദ് യുദ്ധം നടന്ന സ്ഥലം, ആ മലയും കുന്നും ആ പ്രദേശമൊക്കെ ഒന്ന് പോയിട്ട് ഹംസ ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ മരിച്ചു വീണ ആ സ്ഥലങ്ങളും ആ ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങൾ കാണാം. ഖന്തഖ് യുദ്ധം നടന്ന ആ പ്രദേശം എന്ന് പറഞ്ഞാൽ നല്ലൊരു പാർക്കാണ്, 4 കൂടിയ റോഡും നല്ല പാർക്കുകളൊക്കെ ഉള്ള സ്ഥലമാണ്, കച്ചവടവും ഒക്കെ ഉള്ള സ്ഥലമാണ്. ആ ഖന്തഖ് യുദ്ധം നടന്നത് അവിടെ, ആ സ്ഥലം നിങ്ങൾക്കൊന്ന് പോയി കാണാം. അതുപോലെ തന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈൻ, മസ്ജിദുൽ ജുമുഅ എന്നൊക്കെ പറയുന്ന അവിടെയൊക്കെ നിങ്ങളങ്ങനെ ടൂറിസ്റ്റ് വണ്ടിയിൽ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കാണിച്ചു തരും. വേണമെങ്കിൽ നമുക്കൊരു ടാക്സി വിളിച്ച് പോയി കാണാം. ചരിത്ര പ്രസിദ്ധമായ സ്ഥലം. മദീനത്ത് എന്നാൽ മദീന പള്ളിയിലെ നമസ്കാരം റൗള ഷരീഫിൽ വെച്ചുകൊണ്ട് കഴിയുമെങ്കിൽ പ്രാർത്ഥിക്കുക, നബിയുടെ ഖബർ ഒന്ന് സന്ദർശിക്കുക ആണുങ്ങൾ, ഖുബാ പള്ളിയിൽ പോയി 2 റക്അത്ത് നമസ്കരിക്കുക സുന്നത്ത്. ഇതേ ഉള്ളൂ മദീനത്തെ ഒരു പുണ്യകർമ്മം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ ചരിത്രം കണ്ട് മനസ്സിലാക്കുക എന്നുള്ളത് കൂലി കിട്ടുന്ന കാര്യം തന്നെയാണ്, നമുക്കത് ചെയ്യാം. പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മദീന പള്ളിയിൽ സുബഹിക്ക് ശേഷം, അതുപോലെ ളുഹറിന് 2 മണിക്ക് ശേഷം അസറിന്റെ ഇടയിലുള്ള സമയം പെണ്ണുങ്ങൾക്ക് റൗള ഷരീഫിലേക്ക് പോകാനുള്ള അനുമതിയുണ്ട്. അതായത് നബിയുടെ വീടിന്റെയും മിമ്പറിന്റെയും ഇടയിലുള്ള ആ പ്രത്യേക പഴയ കാലത്തുള്ള ആ പള്ളിയുടെ ഭാഗത്തേക്ക് പോയി പ്രത്യേകം അവിടെ പോയി നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഈ സുബഹിന്റെ ശേഷം ഒരു 6:30 7 മണിക്ക് ശേഷമേ പറ്റുള്ളൂ. അതുപോലെ 2 മണിക്ക് ശേഷം പെണ്ണുങ്ങൾക്ക് അവിടെ തുറന്നു കൊടുക്കും. അപ്പൊ